Anjana, good morning. Lorna Biju, good morning. Vani, good morning. Akshida, Ashwin, good morning. Aditya, good morning. Priyanka, good morning. Okay, let us start. Let us start. Oh, okay. Sure. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. റൈറ്റ്? അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഇൻട്രോഗേറ്റീവുമായിട്ടുള്ള സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കിയിരിക്കുക. സബ്ജക്റ്റ് ആദ്യം വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വരുന്നു. ആ വെർബിന്റെ രണ്ടാമത്തെ ഫോം V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് അത് എഴുതുമ്പോഴാണ് അതിന് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ദേ സബ്ജക്റ്റ് ആണ്. ഗോ എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻ. They went to Delhi അല്ലെങ്കിൽ they went to തിരുവനന്തപുരം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വാചകം പറയാം. ഓക്കെ ദേവിക, ഗുഡ് മോർണിംഗ്. അടുത്തൊരു വാചകം നമുക്ക് പറയാം. ഷീ ടുക്ക് ദ ബുക്ക്. ടേക്ക് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ടുക്ക്. ഷീ ടുക്ക് ദ ബുക്ക്. ഐ റെഡ് ദ നോവൽ. റീഡ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റെഡ്. സ്പെല്ലിംഗ് RED തന്നെയാണ്, പക്ഷെ റെഡ് എന്ന് പറയും. ഐ റെഡ് ദ നോവൽ. ഷീ taught me English. ഷീ സബ്ജക്റ്റ് ആണ്. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് taught. TAUGHT. ഷീ taught me English. അവൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഷീ taught me English. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാം. ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി ഓബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, മാനർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, അതൊന്നും കുഴപ്പമില്ല. ഒരു സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ്. യെസ്, സബ്ജക്റ്റും ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന ഇഷ്ടമുള്ള ഒരു വാചകം പറയാം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം വേണമെങ്കിൽ പറയാം. ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. I cooked breakfast. I ate breakfast. Eat എന്നുള്ള past tense. Ate breakfast. Yes, I took my bath in the morning. രാവിലെ കുളിച്ചു. അപ്പൊ ടേക്ക് എന്നുള്ള past tense ആണ് took. അപ്പൊ എപ്പോഴും ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാല് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ പറയുന്ന പേരാണ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ എക്സാമ്പിൾസ് പറഞ്ഞു. ഗഗന ഒരു സബ്ജക്റ്റ് പിന്നെ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന എക്സാമ്പിൾ. യെസ്, ഒരു സബ്ജക്റ്റ് പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ്.
I went to temple. I went to Temple. temple. I went to temple. കറക്റ്റ് ആണ്. ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ആണ് വെന്റ്. ഐ വെന്റ് ടു ടെമ്പിൾ. ഓക്കെ. ആദിത്യ ശ്രീകുമാർ 1-2 എക്സാമ്പിൾ പറഞ്ഞോ. ഇന്ന് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് പറയാം. അതുമല്ല എങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ പറയാം. ഐ വെന്റ് ഫോർ എ ഫിലിം യെസ്റ്റർഡേ. ഐ വെന്റ് ഫോർ എ ഫിലിം യെസ്റ്റർഡേ. ഞാനൊരു എക്സാമ്പിൾ അതാണോന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞോ. No problem. Yes. She walked to school. അങ്ങനത്തെ WALKED എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, വാക്ക്. She walked to school. കറക്റ്റ് ആണോ? She walked to temple. She walked to church. എന്ന് പറയുമ്പോൾ പറയാം. ശരിയാണ്. He cooked dinner. He took dinner. Cook ആണ്. Cooked. ED ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. She cooked dinner. Okay. കറക്റ്റ് ആണ്. Okay. I watched the movie. I watched the movie. Correct. ഇത്രയും കിട്ടിയിട്ടുള്ളൂ. Okay, very good ആദിത്യ. ഇത് നിങ്ങൾ ഓരോരുത്തരും ഒരു സബ്ജക്ട് പിന്നെ ഒരു വെർബിന്റെ ക്ലാസ്സസ് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാലോ. യെസ്, പറഞ്ഞോളൂ ജിനിയ, പറഞ്ഞോളൂ ജിനിയ ഡേവിഡ്. യെസ്, ആർക്കെങ്കിലും പറയാം ഒരു സബ്ജക്റ്റ് പിന്നെ ഒരു വെർബിന്റെ പാസേജ്. ആഷ്മിന ജഡി പറഞ്ഞോ. രഹന പറഞ്ഞോളൂ. I woke up at 7 o'clock yesterday. Yes, I woke up. Wake up എന്നുള്ളതിന്റെ പാസേജ് ആണ് woke up. കറക്റ്റ് ആണ്. I woke up at 7 o'clock. I brushed my teeth and took a shower. Okay. I brushed my teeth. Okay. കറക്റ്റ് ആണ്. ബ്രഷ് പല്ല് തേക്കുക എന്ന് അർത്ഥമുണ്ട്. പിന്നെ ബ്രഷിനെയും ബ്രഷ് തന്നെയാണ് പറയുന്നത്. പല്ല് തേക്കാന്ന് പറഞ്ഞ ബ്രഷ് എന്ന് പറയും. അതിന്റെ പാസേജ് ബ്രഷ്. ഓക്കെ. രഹന പിന്നെ പറഞ്ഞു. കേട്ടോളൂ. അപ്പൊ രഹന, ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ. രഹന പോയാ? യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒരു സബ്ജക്റ്റ് പിന്നെ I watered the plant. കറക്റ്റ് ആണ്. I watered the plant. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുക എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഈ വാട്ടേഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയി. I watered the plant. അപ്പൊ ഗഗനം അപ്പൊ ഞാനൊരു വാക്ക് പറയാം. ഇപ്പൊ CUT കട്ട്, മുറിക്കുക, പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് എന്താണ്? അറിയില്ല സർ. കട്ടുന്ന തന്നെയാണ്. അതിന്റെ പാസൻസും കട്ടുന്ന തന്നെയാണ്. ഇനി അടുത്ത പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും കട്ടുന്ന തന്നെയാണ്. അപ്പൊ ചില വാക്കുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. ഇപ്പൊ PUT പുട്ട്, പാസ്റ്റ് ടെൻസും പുട്ടും തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ടും തന്നെയാണ്. ആദ്യം പറഞ്ഞത് കട്ട് 3 കട്ട്, പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടും തന്നെയാണ്. ഓക്കെ. ഇനി ഞാൻ ഗഗനോട് ഒരു സെന്റൻസ് പറയും. അതായത് I cut vegetables every day. സെന്റൻസ് ശ്രദ്ധിച്ചോളാം. I cut vegetables every day. പ്രസന്റ് ടെൻസിലും കട്ടാണ്, പാസ്റ്റ് ടെൻസിലും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്. ഇനി ഞാൻ ചോദ്യം, I cut vegetables every day എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കട്ട് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ടെൻസ് ആയ കട്ടാണ്, പാസ്റ്റ് ടെൻസ് ആയ കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ കട്ടാണ്? അതാണ് ചോദ്യം. ചോദ്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രസന്റ് ടെൻസ് കട്ട്, പാസ്റ്റ് ടെൻസ് കട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ട്, മൂന്നിനും കട്ട് തന്നെയാണ്. ഇനി സെന്റൻസ് പറഞ്ഞത് I cut vegetables every day. അവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ടെൻസിന്റെ അടിയിൽ വരുന്ന കട്ടാണോ, പാസ്റ്റ് ടെൻസിന്റെ അടിയിൽ വരുന്ന കട്ടാണോ, പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ വരുന്ന കട്ടാണോ എന്നാണ് ചോദ്യം. അപ്പോ ഗഗന പറയുന്നു പ്രസന്റ് എന്ന് പറയുന്നു,
രഹാന പറയുന്നു പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നു. ഓക്കെ, പ്രസന്റ് ടെൻസ്. ബുഷാരയും അത് തന്നെയാണ് പറയുന്നത്. കറക്റ്റ് ആണ് നിങ്ങളുടെ ആൻസർ. കാരണം ഓക്കെ ശരി അയച്ചു, കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത്? അവിടെ ഡെയിലി എന്നൊരു വേർഡ് വന്നു. ഡെയിലി എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു കഴിഞ്ഞപ്പോ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇനി ഞാൻ ആ സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. ഐ കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ഇനി ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് ഏതിന്റെ അടിയിൽ വരുന്നത്? ഓക്കെ. ആദിത്യ, ഗഗന, ഐശ്വര്യ, നിഷ, പുഷാര, ദേവിക, രഹന, മായ. ഓക്കെ. പ്രിയങ്ക, അത് കറക്റ്റ് ആണ്. അവിടെ നമുക്കൊരു ടൈം വേർഡ് ഉണ്ടായിരുന്നു. ആ ടൈം വേർഡ് എന്താണ്? യെസ്, യെസ്റ്റർഡേ. അപ്പൊ കഴിഞ്ഞു പോയ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ രഹന. ഓക്കെ, കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് ടെൻസിലെ കട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ അടുത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സമ്മതിച്ചു. അതൊരു പോസിറ്റീവായ വാചകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഐ വെന്റ് ടു ടെമ്പിൾ, ഐ വെന്റ് ടു മദ്രാസ്. കേട്ടോ, അതൊരു സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വാചകമാണ്, പോസിറ്റീവ് ടൈപ്പുള്ള വാചകമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകം. ഞാൻ പോയി എന്നാണെങ്കിൽ ഐ വെന്റ്. നമുക്ക് വേണ്ടത് ഞാൻ പോയിട്ടില്ല, അതാണ് വേണ്ടത്. നേരത്തെ നമ്മൾ പോകാറില്ല എന്ന് നമ്മൾ നോക്കി. അപ്പൊ നിങ്ങൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്, അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു വെച്ചത്. ഇവിടെ പോകാറില്ലെന്നല്ല, പോയിട്ടില്ല. ഇന്ന് പോയിട്ടില്ല. യെസ്, കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല, അവൾ വന്നിട്ടില്ല, നീ പഠിച്ചിട്ടില്ല, അവൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ നെഗറ്റീവായിട്ട് വരും. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡാണ് ഡിഡ് നോട്ട് എന്ന് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കണം. ഡു നോട്ട് ഡസ് നോട്ട് ഉപയോഗിച്ചാൽ പോരാ, ഡിഡ് നോട്ട് എന്ന് ഉപയോഗിക്കും. യെസ്, അതിവിടെ നേരത്തെ കേൾക്കാൻ പറഞ്ഞു ഐ വെന്റ് ടു ടെമ്പിൾ. ഞാൻ അമ്പലത്തിൽ പോയി. അപ്പൊ ഗഗനോട് ഇന്ന് അമ്പലത്തിൽ പോയോ എന്ന് ചോദിച്ചപ്പോ അമ്പലത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്നു. ഐ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ വെന്റ് എന്ന് പറയുന്നത്. കാരണം ഡിഡ് എന്ന് പറയുന്ന വേർഡ് പാസ്റ്റ് ആണ്, വെന്റ് എന്ന് പറയുമ്പോഴും പാസ്റ്റ് ആണ്. അപ്പൊ രണ്ട് പാസ്റ്റ് അങ്ങനെ വരില്ല. അപ്പൊ അതുകൊണ്ട് വെന്റ് എന്ന് പറയുന്നതിന് പകരം ഗോ എന്ന് പറഞ്ഞാൽ മതി. യെസ് ദേവിക, കറക്റ്റ്. ഗോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഡിഡ് ഉള്ളത് കൊണ്ട് വെന്റ് എന്നാണ് അർത്ഥം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ വെന്റിന് പകരം ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെന്റിന് അർത്ഥം. ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുക്ക് എന്നാണ് അർത്ഥം. ഡിഡ് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് എന്നാണ് മീനിങ്. ഡിഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട്, BOUGHT, ബോട്ട് എന്നാണ് മീനിങ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഡിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ, പക്ഷെ അർത്ഥം പാസ്റ്റ് ടെൻസിന്റെ ആയിരിക്കും. അപ്പൊ ഐ വെന്റ് ടു ടെമ്പിൾ എന്നുള്ളതിന്റെ നെഗറ്റീവ് പറയുമ്പോൾ ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ. അപ്പോ ഇന്ന് രാവിലെ നമ്മൾ കുളിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ 11:46 നമ്മൾ പറയുന്നത്. രാവിലെ 7 മണിക്കുള്ള നമ്മൾ കുളിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഐ ഡിഡ് നോട്ട് ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല. ഓക്കെ ദേവിക, അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. രാവിലെ ഞാൻ പത്രം വായിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് റീഡ് ദ ന്യൂസ് പേപ്പർ. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസേ വരാവൂ. അല്ലെങ്കിൽ ഡിഡ് കഴിഞ്ഞാൽ ആ വാചകത്തിൽ പ്രസന്റ് ടെൻസേ വരാവൂ. പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണെന്ന് നമ്മൾ വിചാരിച്ചോളാം. ഐ ഡിഡ് നോട്ട് വെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഡിഡ് നോട്ട് ഗോ എന്നുള്ളതാണ് ശരി. അർത്ഥം വെന്റ് എന്നുള്ള രീതിയിലായിരിക്കും. യെസ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് സ്ലീപ്.
ഐ ഡിഡ് നോട്ട് സ്റ്റഡി, ഞാൻ പഠിച്ചിട്ടില്ല. അവൾ വിളിച്ചിട്ടില്ല, ഷീ ഡിഡ് നോട്ട് കോൾ, അവൾ എന്നെ വിളിച്ചിട്ടില്ല, ഷീ ഡിഡ് നോട്ട് കോൾ മീ. യെസ്, അവൾ ഗ്രാമർ പഠിച്ചിട്ടില്ല, ഷീ ഡിഡ് നോട്ട് സ്റ്റഡി ഗ്രാമർ. യെസ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, യു ഡിഡ് നോട്ട് ലവ് മീ. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല, യു ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. കേട്ടോ? അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യാത്ത കാര്യം അല്ലെങ്കിൽ ഇന്നലെ ചെയ്യാത്ത കാര്യം ഡിഡ് നോട്ട് വെച്ച് പറഞ്ഞു. 2-3 കാര്യങ്ങൾ നിങ്ങൾ ഡിഡ് നോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പറയാം. ഡിഡ് നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഇന്നലെ ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചെയ്യാതിരുന്ന, കഴിഞ്ഞ മാസം ചെയ്യാതിരുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ കഴിഞ്ഞ മാസം നമ്മൾ എല്ലാ മാസവും സിനിമയ്ക്ക് പോയിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം, we did not go for the film last month. കഴിഞ്ഞ മാസം ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടില്ല. യെസ്, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക, എഴുതിയോ അല്ലെങ്കിൽ എഴുതുക, പറയുക, ഇഷ്ടമുള്ളതാവാം. യെസ്, ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ഉപയോഗിക്കും. അപ്പൊ ദേവിക പറയുന്നു, ഐ ഡിഡ് നോട്ട് വാഷിംഗ് ക്ലോത്ത്സ്. ദേവിക കറക്റ്റ് ആണ്. ആ ING വേണ്ട. ING ഒക്കെ നമുക്ക് ഇനി കണ്ടിന്യൂസ് ടെൻസിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ആ സെന്റൻസിന് വേറെ രീതിയിൽ പറയാം ദേവിക. ഐ ഡിഡ് നോട്ട് ലൈക്ക് വാഷിംഗ് ക്ലോത്ത്സ്. അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ലൈക്കിന്റെ പ്രസന്റൻസ് ഒന്ന് കറക്റ്റ്. ഐ ഡിഡ് നോട്ട് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ഇഷ്ടപ്പെടുന്നില്ല? വാഷിംഗ് ക്ലോത്ത്സ്. തുണി ഇറക്കുന്ന പരിപാടി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഐ ഡിഡ് നോട്ട് ലൈക്ക് വാഷിംഗ് ക്ലോത്ത്സ്. അപ്പൊ ലൈക്ക് എന്ന് പറഞ്ഞ പേര് അവിടെ ഇല്ലാത്തത് കൊണ്ട് വാഷിങ്ങിന്റെ ING അങ്ങനെ കളയാം. ഐ ഡിഡ് നോട്ട് വാഷ് ക്ലോത്ത്സ്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന് നമ്മൾ റൂം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം ടുഡേ. ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം ടുഡേ. യെസ്. ഐ ഡിഡ് നോട്ട് ട്രാവൽ ലാസ്റ്റ് ഇയർ. അപ്പൊ അവിടെ നമുക്ക് ഒന്നുകൂടി ഇത് ഭംഗിയാക്കാന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഇയറിനും ട്രാവലിനും ഇടയിൽ ഒരു സ്ഥലത്തിന്റെ പേര് കൂടി ചേർത്താൽ ഭംഗിയായി, കുറച്ചുകൂടി ഭംഗിയായി. അപ്പൊ അങ്ങനെ ആക്കി നോക്കി, ഒരു സ്ഥലത്തിന്റെ പേര് നോക്കി. എല്ലാ വർഷവും നിങ്ങൾ യാത്ര പോകുന്നതാണ്, ഒരു സ്ഥലത്തിന്റെ പേര് കൂടി ചേർത്ത്. ഇത് അങ്ങനെ കറക്റ്റ് ആണ്. കുറച്ചുകൂടി ഒന്ന് ബ്യൂട്ടി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഐ ഡിഡ് നോട്ട് ട്രാവൽ ടു മൂന്നാർ ലാസ്റ്റ് ഇയർ. യെസ്, കഴിഞ്ഞ വർഷം ഞാൻ മൂന്നാറിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ സിംഗപ്പൂർ, ഇഷ്ടമുള്ള സ്ഥലത്ത് ചേർക്കാം. കുറച്ചുകൂടി ഭംഗിയായിരുന്നു മാത്രമേ. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ ഗഗന പറയുന്നു, ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് വാട്ടർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, കറക്റ്റ്. അഞ്ജന പറയുന്നു, ഐ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. കറക്റ്റ് ആണ്, കറക്റ്റ്. ഇന്ന് രാവിലെ ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല. They did not clean the house last weekend. ഓക്കെ, ആദ്യത്തെ കറക്റ്റ് ആണ്. അവര് ഓക്കെ ഓക്കെ. അഹിന പറയുന്നു, I did not eat breakfast this morning. He did not watch the movie last night. Okay, correct ആണ്. I did not read that book. ഐശ്വര്യ അച്ചു പറയുന്നു, കറക്റ്റ് ആണ്, കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് he did not study for the test. ഓക്കെ 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 ഓക്കെ. അഞ്ജന കറക്റ്റ് ആണ്. He did not study for the test. ടെസ്റ്റിന് വേണ്ടിയിട്ട് അവൻ പഠിച്ചിട്ടില്ല. യെസ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയത്, ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. ഓക്കെ 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 ഓക്കെ. ഡിഡ് നോട്ട്. അപ്പൊ 2 ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. യെസ്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഭാഗം കൂടി നോക്കാം. ഇപ്പൊ പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ക്വസ്റ്റ്യൻ, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്, അതിനെ കുറിച്ച് നോക്കാം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ നേരത്തെ പറഞ്ഞ വാചകത്തിൽ ആ ഡിഡ് എടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായി. ഡിഡ് എടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായി. അപ്പൊ മറക്കരുത്, വി ഡിഡ് നോട്ട് ഗോ ടു തിയേറ്റർ ലാസ്റ്റ് വീക്കെൻഡ്. ഓക്കെ രഹന, ഡിഡ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറി? അതൊരു ചോദ്യമായിട്ട് മാറി. അപ്പൊ മറക്കരുത്, ഡിഡുള്ള വാചകമാണ്, അതിന്റെ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോയി. ഐ വെന്റ് ടു ടെമ്പിൾ.
ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ. ഞാൻ അമ്പലത്തിൽ പോയോ? അല്ല. നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ഉറങ്ങിയോ? നിങ്ങൾ വിളിച്ചോ? നിങ്ങൾ ക്ഷണിച്ചോ? നിങ്ങൾ വന്നോ? നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ പഠിക്കുക അങ്ങനെ ചോദിക്കില്ലേ? യെസ്. അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഡിഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ആദ്യം പറയും. അപ്പൊ എന്ത് വരും? അപ്പൊ എങ്ങനെ വരും? ഡിഡ് ഐ ഗോ ടു ടെമ്പിൾ? ഞാൻ അമ്പലത്തിൽ പോയോ? ഡിഡ് ഐ ഗോ ടു ടെമ്പിൾ? നിങ്ങൾ എന്നെ വിളിച്ചോ? ഡിഡ് യു കോൾ മീ? നിങ്ങൾ എന്നെ വിളിച്ചോ? നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഡിഡ് യു പ്രേ? ഡിഡ് യു പ്രേ? അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഡിഡ് യു പ്രേ? യെസ്. അപ്പൊ ആ ഡിഡ് എന്ന് പറഞ്ഞ സംഗതി ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. ഇത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ പോയോ, വന്നോ, പഠിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഡിഡ് വെച്ച് എങ്ങാണ്ട് ചോദിക്കാം. ഡിഡ് യു സ്റ്റഡി? നീ പഠിച്ച? ഡിഡ് യു സ്ലീപ് വെൽ യെസ്റ്റർഡേ? ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? ഡിഡ് യു ഡ്രീം യെസ്റ്റർഡേ? ഇന്നലെ സ്വപ്നം കണ്ടോ? യെസ്. കേട്ടോ. ഡിഡ് യു ഡ്രിങ്ക് കോഫി? നീ ചായ കുടിച്ച? കേട്ടോ. അതൊക്കെ എവിടെ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. യെസ്. അഞ്ജന കേക്ക്. അഞ്ജന, അഞ്ജന കേക്ക്. അപ്പൊ അഞ്ജന ഡിഡ് വെച്ചുള്ള 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ഡിഡ് വെച്ചിട്ട് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇതിന്ന് ആരെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അയാൾ തന്നേക്കാം. ഇഷ്ടമുള്ള ആളോട് ഡിഡ് യു എന്ന് ചോദിച്ചാൽ മതി. ആരെ വേണം പറഞ്ഞോട്ടെ. സമ്മതിച്ചു. അഞ്ജന ചോദ്യം ചോദിക്കുന്നത് ഈ ഇരിക്കുന്ന ബാക്കിയുള്ള ഈ 16 പേരിൽ ഒരാളോടാണ്. ഇതിലാരെ വേണമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ധൈര്യം പറയട്ടാ, ഞാൻ വരാം. അഞ്ജനയുടെ ചോദ്യങ്ങൾ നേരിടാൻ ഞാൻ വരാം. ഇഞ്ചി വെച്ചുള്ള ഒരു 5 ചോദ്യം, സിമ്പിളായ ചോദ്യമൊക്കെ. ഉറങ്ങിയോ, വിളിച്ചോ, പഠിച്ചോ, എന്നറിയാമോ, അങ്ങനെയൊക്കെയുള്ള സിമ്പിളായ ചോദ്യങ്ങൾ. യെസ്. ആരെ വേണം അഞ്ജന? രഹന. ഗയാന. ഗയാനില്ലല്ലോ ഇതിനകത്ത്. രഹന. രഹന. യെസ്. ഓക്കെ. രഹന. ഓക്കെ. അപ്പൊ അഞ്ജന ഡിഡ് വെച്ചുള്ള 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നോക്കിയേ, ചോദിച്ചോ. Did you go the store? Go to the store? Go to the store? യെസ്. യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. രഹന. No. യെസ്. ഡിഡ് വെച്ച് അടുത്ത ചോദ്യം ചോദിച്ചു. Did you finish the work? Did you finish the work? Yes. I finished the work. No, I did not finish the work. 2 രീതിയിൽ പറയാം. ഓക്കെ. അഞ്ജന 2 ചോദ്യം കറക്റ്റ് ആണ്. മൂന്നാമത്തെ. Did you go to the temple yesterday? Did you go to temple yesterday? No, I didn't go to temple yesterday. Very good. Okay. രസകരമായ ഒരാളെ വഴിയിൽ വെച്ച് കണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഇഷ്ടമായത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയും. യെസ്. ഇന്ന് അലക്കിയോ ചോദിക്കേ. Did you wash your cloth? Yes, I did. ഓക്കെ. അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ യെസ് ഐ വാഷ്ഡ്. 2 കറക്റ്റ് ആണ്. ഓക്കെ. യെസ്. പിന്നെ Did you drink a coffee? Did you drink coffee? No, I didn't drink coffee. ഓക്കെ. അഞ്ജന കുഴപ്പമില്ല. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ജനക്ക് ഒരു ധൈര്യമായി കേട്ടോ. അതിങ്ങനെ അല്ലേ പറയാലോ. യെസ്. ഓക്കെ. ദാറ്റ് ക്രിയേറ്റ് എ കോൺഫിഡൻസ്. ഓക്കെ. ഇനി രഹനക്ക് വേണമെങ്കിൽ ഡിഡ് വെച്ച് വരുന്ന 5 ചോദ്യങ്ങൾ ചോദിക്കാം. ആരോട് വേണമെന്ന് പറഞ്ഞോട്ടെ. രഹന ഡിഡിൽ ആരംഭിക്കുന്ന 5 ചോദ്യം.
Aditya. Yes. ആര് വേണം? Aditya. ആദിത്യ. ആദിത്യ ശ്രീകുമാർ. Did you drink coffee? Okay, ദേവിക. അതിന് ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടണം. ഓക്കെ, ദേവിക കറക്റ്റ് ആണ്. യെസ്, ആദിത്യ ശ്രീകുമാർ. Yes, sir. ഓക്കെ. യെസ്, രഹനയുടെ ഡിഡ് വെച്ച് വരുന്ന 2-3 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. Sure. Did you finish your work? No, I didn't. No, I didn't. ഓക്കെ, കറക്റ്റ് ആണ്. Did you go to the park yesterday? Did you go to park yesterday? No, I didn't go there. Yes. നീ വളരെ ദേഷ്യത്തിൽ പറയേണ്ടത് സ്നേഹത്തോടു കൂടി. യെസ്, ഓക്കെ. ചിരിക്കുന്നതൊക്കെ പറഞ്ഞോ. രഹനന്റെ ഇത് കഴിയുമ്പോ പക്ഷേ ആദ്യത്തെ പറയണത് സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ചിന്തിക്കും ഇത്രയും പേര് കൂടി ഉണ്ടായിട്ട് എന്റെ ഒരാളുടെ പേരല്ലേ പറഞ്ഞത് വിചാരിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, അത് ഒരു അവസരമല്ലേ. അപ്പൊ നമുക്ക് രസകരമായിട്ട് പറയാം. Did you enjoy your And class? ചോദിച്ചോളൂ. Did you enjoy your class? of course, I did. യെസ്. Did you watch TV or any film yesterday? No, I didn't. യെസ്, വൺ മോർ. ഒന്നോട് ചോദിച്ചു. Did you travel any city last vacation? No, actually, we planned go Munnar tomorrow morning. Okay. Okay. Happy New Year. Okay. Very good. Okay, രഹന ചോദിച്ചു. Very good. Yes. നേരത്തെ അച്ഛനെയും ചോദിച്ചു. ആദിത്യക്ക് വേണമെങ്കിൽ ഒരു 3-4 ചോദ്യങ്ങൾ ഡിറ്റ് വെച്ച് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. ആദിത്യയുടെ ചോദ്യത്തെ നേരിടാൻ ശക്തിയുള്ള ആർക്കെങ്കിലും ധൈര്യസമേതം പറയാട്ടോ. ആസ്ക് മീ, ഐ ആം റെഡി ടു ഫേസ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആദിത്യ ഒരാളുടെ പേര് പറയും. പ്രിയങ്ക. യെസ്, പ്രിയങ്ക രതീഷ്. പറഞ്ഞോളൂ പ്രിയങ്ക. ആർ യു റെഡി? പ്രിയങ്ക. യെസ്. ഓക്കെ. ഭയങ്കര കരച്ചിലാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ആദിത്യ, നമുക്ക് പ്രിയങ്കയുടെ കുട്ടികൾ കരയുന്നതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. യെസ്, വേറെ ആളെ പറയും. Ajanya. ഐശ്വര്യനാണ് ഉദ്ദേശിച്ചത്. അഞ്ജന അല്ലെ? അഞ്ജന. അജന്യായിട്ടു. ഓക്കെ. യെസ്, ചോദ്യം നമ്മൾ ചോദിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒഴിവുപോക്ക് കൂടുതലാണ് അല്ലെ? അതൊന്നും പേടിക്കണ്ട. എന്താ പറയാ, നമുക്ക് ഇതിനോട് താല്പര്യമുള്ളവര് അത് മതി. ഓക്കെ. യെസ്, അജന്യ അജു. അജന്യ അജു. യെസ്, അജന്യ അജുനെ കിട്ടിയിട്ടില്ല. യെസ്, ഇനി ആർക്കെങ്കിലും ഒന്നിൽ തൊട്ടപ്പോ കറക്റ്റ് ആയില്ല, 3 പിന്നെ കറക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. ആദിത്യ, നമ്മള് കാര്യം ചെയ്യും, ഒരാളെ കൂടി പറഞ്ഞു, അത് കറക്റ്റ് ആയിരിക്കും. ഐശ്വര്യ അച്ചു. ഐശ്വര്യ, I think she is getting ready. Yes. Okay. ഐശ്വര്യ വരുമെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും ആദിത്യ. ഐശ്വര്യ, അറിയൂ റെഡി? കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കുന്നുണ്ടായില്ല. ഓക്കെ. ഇപ്പൊ കേൾക്കാം. ഓക്കെ. ആദിത്യ ചോദിച്ചോളൂ, ഐശ്വര്യോട് ചോദിച്ചോളൂ. ചോദിക്കട്ടെ? ചോദിച്ചോ. Did you eat lunch? Yes. Did it rain yesterday? No.
Did the teacher explain the lesson clearly? Yes, clear. Yes. അപ്പൊ ടീച്ചർ നമുക്ക് വേണമെങ്കിൽ ടീച്ചറുടെ പേര് ചേർക്കാം. Did Manju teacher explain the lesson clearly? Okay. Yes. Did you enjoy your vacation? Very good. നല്ല question. Yeah. No. Yes. Okay. Very good. Very good. Okay. 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 ആദ്യത്തെ നല്ല ചോദ്യങ്ങളായിരുന്നു. Okay. ഐശ്വര്യ അച്ചു. ഐശ്വര്യ ദേവികയോട് ചോദിച്ചു. ദേവിക. യെസ്. അപ്പൊ ദേവിക ഐശ്വര്യ അച്ചു ഇപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് മറുപടി പറയാം. ഓക്കെ. ഐശ്വര്യ അച്ചു ഡിഡിൽ തുടങ്ങുന്ന 2-3 ചോദ്യങ്ങൾ ദേവികയോട് ചോദിക്കൂ. ദേവിക. Did you eat the breakfast? Did you eat the breakfast? Yes. ദേവിക പറയുന്നുണ്ട് മറുപടി യെസ് എന്ന്. യെസ് പറഞ്ഞോളൂ. Did you read the lesson yesterday, teacher class? No. Did you read the lesson? No. No. അതൊക്കെ മോശമായ കാര്യങ്ങളല്ലേ. ഓക്കെ. ഐശ്വര്യ അടുത്ത ചോദിച്ചു. Did you enjoy the traveling? Did you Yes. enjoy traveling? Yes. Yes. Okay. Did you drink coffee? Yes. Yes. Okay. 5 ചോദ്യങ്ങളായി സർ. ഓക്കെ. ഇനി എണ്ണം വിളിച്ചേക്കുന്നില്ല. ഞാനത് മുന്നോട്ട് പോകണമെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ഐശ്വര്യ വെരി ഗുഡ്. ദേവിക. ഓക്കെ. ദേവിക ഡിഡ് വെച്ച് വരുന്ന രേഷ്മ ബിനോജ്. രേഷ്മ ബിനോജിനെ കിട്ടിയില്ല. ഉഷാര ബ്ലോക്ക് പോയില്ല. യെസ്. ഓക്കെ. അപ്പൊ ദേവിക. Yes, sir. Yes, sir. ഓക്കെ. എന്നോട് ചോദിച്ചോളൂ. ഡിഡ് വെച്ച് വരുന്ന 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. Did you go today temple? I did not go to temple today. I know I did not go to temple today. Yes. Did you eat breakfast? Yes. I ate breakfast. Okay. And did you wake up praying? Did you? എണീക്കുന്ന സമയത്ത് പ്രേ ചെയ്തോന്ന്. Did you pray in the morning? Okay. Wake up in the morning. Okay. No, I did not pray in the morning. Yes. കിട്ടുന്നില്ല. ഓക്കെ. വെരി ഗുഡ്. ദേവിക. യെസ്. തിരക്കിന്റെ ഇടയ്ക്ക് ദേവിക വന്ന് ഇത്രയും പറഞ്ഞില്ലേ. വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് ഈ വിഷയമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ പറഞ്ഞത് ഡിഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതാണ് സിമ്പിൾ പാസ്റ്റ്. അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡിഡ് നോട്ട് ഉപയോഗിക്കണം. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. പക്ഷേ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കൊടുക്കും. അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഡ് എന്ന് പറയുന്ന വേർഡ് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നെ ചോദ്യം ഉണ്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. ഗഗന പിടികിട്ടിയില്ലേ ഇത് പറഞ്ഞതൊക്കെ? ഗഗന. ഓക്കെ. അപ്പൊ ഗഗന ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കും?
അതൊന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ, അതായത് ഞാൻ, ഐശ്വര്യ, പ്രിയങ്ക, ദേവിക, അഞ്ജന, ആദിത്യ, രഹന, ഇവരൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് വിചാരിക്കും. ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞോളൂ? കയ്യിൽ നിന്ന് ചേർത്തോട്ടാ. കലാപരമായിട്ടൊക്കെ എന്തെങ്കിലും കയ്യിൽ നിന്ന് കിട്ടോ? ക്ലാസ് എടുക്കാനാണോ പറഞ്ഞേ? ക്ലാസ് എടുക്കാൻ ഗഗനക്കാണ് കുറച്ച് ധൈര്യമുള്ളതെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഗഗനോട് പറഞ്ഞത്. യെസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. കയ്യിൽ നിന്ന് ചേർത്തോട്ടെ. അതായത് നാടകീയമായിട്ടുള്ള സാധനങ്ങൾ കയ്യിൽ നിന്ന് കിട്ടോ? യെസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഓഫ് വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. ഇപ്പൊ നമ്മൾ ഐ ഒക്കെ ചേർക്കുമ്പോ നമ്മള് ഇപ്പൊ കുക്ക് എന്നാണെങ്കിൽ ED ചേർത്തിട്ട് കുക്ക്ഡ് എന്നാണ് പറയണത്. യെസ്. കറക്റ്റാണ് പറഞ്ഞത്. ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഡ് എന്നുള്ളത് ആദ്യം ചേർക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. നെഗറ്റീവ് പറഞ്ഞില്ല. ഐ ഡിഡ് നോട്ട് എന്നുള്ളത് പാസ്റ്റ് വരുമ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അവിടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്റ്റ് ഉപയോഗിക്കില്ല. ഡിഡ് നോട്ട് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗോ, ഡ്രിങ്ക്, ക്ലീൻ അങ്ങനെയൊക്കെയുള്ള പ്രസന്റ് ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുള്ളൂ. ഡിഡ് നോട്ടിന്റെ കൂടെ പ്രസന്റ് ആയിട്ടുള്ള വെർബ് ചേരുമ്പോൾ അതിനൊരു പാസ്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ്, കഴിഞ്ഞ് പോയ അർത്ഥമാണ് അതിന് ലഭിക്കുക. അത്ര ഉള്ളൂ സർ. ഓക്കെ, വെരി ഗുഡ്. ഗഗനയിൽ ടീച്ചറോളെ ഉറങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളത് പറഞ്ഞു നോക്കണം. 2 ഗുണമുണ്ട്. അത് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഇന്നതാണ് 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 അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചുള്ളത് അവിടെ നിൽക്കട്ടെ. സിമ്പിൾ പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടെൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യങ് വൺസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടില്ല? യങ് വൺസ് ചോദിച്ചിട്ടുണ്ട്? ഇല്ല. യെസ്. അപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഓരോ ജീവികളുടെയും അതിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേരെന്താണ്? ഇംഗ്ലീഷിൽ അതിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേരെന്താണ്? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. നെയിം ഓഫ് യങ് വൺസ്. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ നെയിം ഓഫ് യങ് വൺസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചേക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ആദ്യം ചോദിക്കാം. ദ യങ് വൺസ് ഓഫ് ഡോഗ്. യങ് വൺസ് ഓഫ് ഡോഗ്. ഓക്കെ രഹന, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. രഹന, ഐശ്വര്യ, ആദിത്യ. രഹന, ഐശ്വര്യ, ആദിത്യ. ഓക്കെ. ഓക്കെ പ്രിയങ്ക, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ 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 ഓക്കെ. ദ യങ് വൺസ് ഓഫ് ഡോഗ് ഇസ് കോൾഡ് പപ്പി. കറക്റ്റ് ആണ്. അടുത്തത്, the young ones of cow. COW, cow. The young ones of cow. Aditya, Rehana, Aishwarya. Aditya, Rehana, Aishwarya. Okay 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 okay. Aditya, Rehana, Aishwarya. That's the team one. Smita correct ആണ്, Priyanka correct ആണ്. Calf എന്നാണ്, CAL. Calf. Correct answer. Yes. അടുത്തത്, the young ones of tiger. TIGER, tiger. The young ones of tiger. Rehana, Aditya,
അഞ്ജന. രഹന, ആദിത്യ ആൻഡ് അഞ്ജന. അപ്പൊ കറക്റ്റ് ആണ്. പ്രിയങ്ക കറക്റ്റ് ആണ്. സ്മിത കറക്റ്റ് ആണ്. കപ്പ്, CUB, കപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് കങ്കാരു. യങ് വൺസ് ഓഫ് കങ്കാരു. ആദിത്യ കറക്റ്റ്. ആദിത്യ, ഐശ്വര്യ, സ്മിത. ആദിത്യ, ഐശ്വര്യ ആൻഡ് സ്മിത. ഓക്കെ. ജോയ്, JOEY. ഓക്കെ അഞ്ജന, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ. ദ യങ് വൺസ് ഓഫ് ഹെൻ, HEN, ഹെൻ. ഓക്കെ. രഹന, ആദിത്യ, ഗഗന. രഹന, ആദിത്യ, ഗഗന. That is called okay Aishwarya, correct ആണ്. Okay Aishwarya, chick. Okay, correct, correct, correct. അടുത്ത okay Priyanka, correct. The young ones of rabbit. Young ones of rabbit. The young ones of rabbit. ഇറ്റനല്ല, വേറെ വീടുണ്ട്. ആദിത്യ, ഇറ്റനല്ല. ഗഗന, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഗഗന, ഐശ്വര്യ, രഹന. ഗഗന, ഐശ്വര്യ, രഹന. ബണ്ണി. Okay, okay, okay. It's a correct answer. Yes. Next one is called the young ones of duck. 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 The young ones of duck. Okay. Gagana, Gagana, Aditya. Gagana, Gagana, and Aditya. So okay, okay, Smita. Okay, Aishwarya Chu. Correct ആണ്. Duckling. Duckന്റെ duckling. Yes. Okay, Priyanka. Correct. Yes. അടുത്തത് the young ones of sheep. 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 Rehana, Smita, Aditya. Rehana, Smita, Aditya. Correct ആണ്. Lamb. Yes, it's a correct answer. അടുത്തത് okay Priyanka, correct. അടുത്തത് the young ones of donkey. Young ones of donkey. Young ones of donkey. Rehana, Aditya, Gagana. Rehana, Aditya, Gagana. ഞാൻ അറിയാണ്ട് ഫോ എന്ന് പറഞ്ഞു പോയി ഐശ്വര്യ. പ്രിയങ്ക, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഡോഗി, ഫോൾ. അടുത്തത് the young ones of goose. GOOSE. The young ones of goose. Rehana, Aditya, Aishwarya. Rehana, Aditya, and Aishwarya. It's a correct answer. Goosling. Okay, Anjana, it's a correct answer. Very good, very good, very good. Next question. The young ones of pig. 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 The young ones of pig. Aditya, Rehana, Gagana. Aditya, Rehana, and Gagana. It's a correct answer. Okay, Smita, Aishwarya, Anjana, correct answer. Piglet, piglet.
Okay, Priyanka, Anjana, correct. Next one. The young ones of frog, Frog, frog. Rahana, Aditya, Gagana. Rahana, Aditya, Gagana. Tadpole. Okay, Anjana, Aishwarya, Smita, correct. Okay. This answer is correct. Yes. அடுத்தது, the young ones of whale, WHALE, whale or dolphin. The young ones of whale or dolphin. Gagana, Aishwarya, Aditya. Gagana, Aishwarya, Aditya. Is the correct answer? Gagana correct answer. Correct. Calves are CALVS. Okay. அடுத்தது, the young ones of deer, DEER, deer. Aditya, Gagana, Aishwarya. Aditya, Gagana, and Aishwarya. It's the correct answer. 4. FAWN. Anjana, Rahana, correct answer. Yes. അടുത്തത്, the young ones of lion. The young ones of lion. Aditya, Smita, Aishwarya. Aditya, Smita, and Aishwarya. It's the correct answer. Kampana. Okay, Rahana. Okay, Priyanka. Anjana, KK. Correct. Okay. Pig. Yes. Next is very simple. The young ones of cat. Young ones of cat. Aditya, Rahana, Aishwarya. Aditya, Rahana, and Aishwarya. It's the correct answer. Okay, Priyanka, it's the correct answer. Kitten is correct answer. അടുത്തത്, the young ones of horse, HORS. രണ്ട് ആൻസർ ലൈന് ഏതൊന്നും പറഞ്ഞാൽ മതി. The young ones of horse. Rahana, Smita, Aishwarya. Rahana, Smita, and Aishwarya. Okay. Fall എന്ന് പറയും, പിന്നെ pony, PONY, അത് പറയും. Yes. Next, the young ones of goat, GOAT, goat. The young ones of goat. Aditya, Rahana, Anjana. Aditya, Rahana, and Anjana. Okay. Priyanka. Okay, Devika. Correct answer. Kid, KID, kid. അടുത്തത്, the young ones of bear, BEAR, bear. Aditya, Devika, Aishwarya. Aditya, Devika നേരത്തെ വന്നിട്ടില്ല അല്ലെ? Aishwarya, Devika. Okay. Aishwarya, correct ആണ്. Yes. അടുത്തത്, the young ones of camel. Young ones of camel. Yes. Gagana, Aditya, Rahana. Gagana, Aditya, and Rahana. Yes. Okay, Priyanka. Okay, Devika. Yes. I ask you the last question. The young ones of elephant. The young ones of elephant. Yes. Aditya,
രഹന, ഐശ്വര്യ. ആദിത്യ, രഹന ആൻഡ് ഐശ്വര്യ. ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് സുവോളജി ബോട്ടണി പഠിച്ച കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഒന്നും തെറ്റാണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു. സുവോളജി ബോട്ടണി പഠിച്ചപ്പോഴും ഇതിനകത്ത് ഉണ്ട്. യെസ് ഓർ നോ? യെസ്. ആ അങ്ങനെ പറയട്ടെ. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ രഹനയുണ്ട്, അഞ്ജനയുണ്ട്, ദേവികയില്ല അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി. അതാണ് രഹനയ്ക്ക് സ്കോറിങ് പറ്റിയത്. സുവോളജിയും ബോട്ടണിയും പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ പേരുകളൊക്കെ പരിചിതമായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ +2 സയൻസ് ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കണം. നമ്മൾ നേരത്തെ ആനയെ കുറിച്ച് പറഞ്ഞു. ആനയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ കുട്ടി ആനകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഒരാന, കുട്ടിയാന എന്ന് പറയുന്നത് അതിന്റെ എന്ത് നോക്കിയിട്ടാണ്, ഏത് അവസ്ഥ നോക്കിയിട്ടാണ് പറയാം? യെസ്, രഹന പറയുന്നു ട്രംപറ്റ്. യെസ്. വേറെ ആർക്കെങ്കിലും? നമ്മൾ കുട്ടിയാന എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നിർവചനത്തിന്റെ കീഴില് ഇന്ന പോലെയുള്ള ആനകളാണ് കുട്ടിയാനകൾ എന്ന് പറയുന്ന ആ ഒരു അർത്ഥമാണ് ചോദിച്ചത്. യെസ്. അപ്പൊ അത് പറയാം. നമ്മുടെ വൈൽഡ് ലൈഫിന്റെ ഒക്കെ സെൻസസ് ഒക്കെ എടുക്കുമ്പോൾ അവർ പറയുന്ന നോംസ് അനുസരിച്ച് ധാരാളം ആനകൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ആനയുടെ മുൻകാലിന്റെയും പിൻകാലിന്റെയും ഇടയിലൂടെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ ആനയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുട്ടിയാന. അങ്ങനെ പറ്റാത്തതിനൊക്കെ ഇടത്തരം ആനയുടെ കണക്കിടുള്ളൂ. കുട്ടിയാന എന്ന് പറയുമ്പോൾ മുൻകാലിന്റെയും പിൻകാലിന്റെയും ഇടയിലൂടെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് തള്ളയാനയുടെ അടിയിലൂടെ ഇങ്ങനെ വരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു കുട്ടിയാന എന്ന് പറയുന്ന നിർവചനത്തിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അതിപ്പോ സന്ദർഭോചിതമായിട്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. ദേവികയ്ക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അഞ്ജനയ്ക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സ്മിതയ്ക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഗഗനക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. യെസ്. ഇനി അടുത്തത് ഐശ്വര്യക്ക് 12 പോയിന്റ് 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. രഹനയ്ക്ക് 16 പോയിന്റ് 16 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ടോപ്പ് സ്കോറർ അത് ആദിത്യയാണ്. ആദിത്യക്ക് 19 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 19. ഓക്കെ. അപ്പൊ അതൊന്നും ഒരു മത്സരമായിട്ട് എടുക്കണ്ട. കാരണം ടൈപ്പ് ചെയ്യാൻ വേഗത കുറവുകൊണ്ട് എത്താണ്ട് പോയവരൊക്കെ നമ്മൾ ഇത് പരിഗണിച്ചു. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ചോദ്യം മനസ്സിലാകുന്നു എന്നറിയുന്നതും പിന്നെ ഏതെങ്കിലും അക്ഷരം ആ ഒരു അക്ഷരത്തിൽ ഊന്നി നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതും ഇതുമാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ. അപ്പോ ഇന്നത്തെയും നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് we will pause the class. We will meet in the next class. Okay, bye.
Yes.